അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം, മുട്ടക്കറി. ഈ മുട്ടക്കറിയുടെ മസാല ഉണ്ടാക്കുന്നത് പിന്നീട് റെസിപ്പി ഇടുന്നതായിരിക്കും. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ്. ഇടിയപ്പം, മുട്ടക്കറിക്ക് നമ്മൾ മസാല ഇതുണ്ട്, ഉണ്ടാക്കിയ മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ സവാളയും പച്ചമുളകും വെളുത്തുള്ളി, പൊടിക്ക് ഇഞ്ചി എല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പിട്ട് എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇപ്പം എല്ലാം ഇത് തിരക്കാണ്. ഇടിയപ്പം ഇവിടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മുട്ടക്കറി വയ്ക്കുന്നത്. നമ്മുടെ മുട്ടക്കറി മസാല എന്താണ്, പച്ചമുളകും സവാളയും ഒരു പൊടിക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം വഴറ്റി. ഇപ്പം മുളക് പൊടി ഇട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, പൊടിച്ച മസാല ഇട്ടു. ഈ മസാല റെസിപ്പി വേണ്ടി നമ്മളിതിനകത്ത് ടൊമാറ്റോ ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ അതിന് പകരം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഇപ്പം മസാല എല്ലാം റെഡിയായി. തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ലേശം പഞ്ചസാരയും പിന്നെ മല്ലിയില. ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടതായിരുന്നു. നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മളൊരു നുള്ളു പഞ്ചസാര ചേർക്കുവേ. അത് ഈ ഉപ്പും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുമ്പോൾ തുള്ളി പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു പുളി, ലൈറ്റായിട്ടൊരു പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ നല്ല ടേസ്റ്റിയാണ്. ഇത് ഒത്തിരി അങ്ങ് ചാറായിട്ടല്ല, കുറുകിയ പരുവം. ലാസ്റ്റ് നമ്മൾ 2 തണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞിടണം. ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പം ഓഫ് ചെയ്തതിന് ശേഷം തുള്ളി പച്ച വെളിച്ചെണ്ണ. ഇത് നമ്മൾ വീട്ടിൽ ഉള്ള വെളിച്ചെണ്ണയാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. നമ്മൾ തേങ്ങ ആട്ടിയതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇവിടെ മുട്ടക്കറി ഇവിടെ റെഡിയായി.